നിങ്ങൾ ഇപ്പോൾ കണ്ട ആ ഒരു വീഡിയോ റീഹാഷ് ടിവിയിൽ വന്നതാണ്. ഈ ഒരു വീഡിയോ കിട്ടാൻ കാരണം ഡാഷ് ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ എൻ്റെ കാറിന്റെ മുന്നിൽ ഒരു ഡാമേജ് ഉണ്ട്. തെങ്ങിൽ നിന്ന് ഓല വീണതാണ്. ഒരു ഡാഷ് ക്യാമറ നിർബന്ധമാണ്. ആരെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ അതൊന്ന് റെക്കോർഡായി അവിടെ നിൽക്കും. അങ്ങനെ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം വേണമെന്ന് നോക്കിയിട്ടാണ് ഈ റെഡ് ടൈഗറിന്റെ F70 എന്ന് പറഞ്ഞ മോഡൽ ഡാഷ് ക്യാമറ വാങ്ങിയത്. ഇത് 3 ആംഗിൾ ആണ്. ഒന്ന് ദ മെയിൻ തിങ് ഡാഷ് ക്യാമറ, ഒന്ന് നിങ്ങൾക്ക് ബാക്കിൽ കാണാം, അത് റിയർ വ്യൂ, അതേപോലെ തന്നെ ഇന്റേണൽ സ്പേസും കൂടി. മറ്റേ ടൈം മൂന്നും ഒരുമിച്ച് റെക്കോർഡ് ആവും. ഇതിന്റെ ബോക്സിൽ വരുന്നത് ഈ ക്യാമറയും ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ ഇതിന്റെ കേബിൾസും ആണ്. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ടിൽ ക്യാമറ വെക്കുക, അതുപോലെ തന്നെ ബാക്കിലും വെക്കുക. ബാക്കിലുള്ള ക്യാമറന്റെ കേബിള് കാറിന്റെ സൈഡിലൂടെ കേബിള് കൊണ്ടുവന്ന് ഫ്രണ്ടിലെ ക്യാമറയിൽ കണക്ട് ചെയ്യുക. ടൂള്, ആ പ്ലാസ്റ്റിക് ടൂള് ഇവർ ബോക്സിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഞാൻ തന്നെ ഒരു വിത്തിൻ 30 മിനിറ്റ്സിനെ കംപ്ലീറ്റ് ചെയ്തതാണ്. നേരെ ഇതിന്റെ പവർ എന്ത് ചെയ്യുക, ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഡയറക്ട്ലി നമ്മളുടെ പവർ സോക്കറ്റ് ഉണ്ടല്ലോ, കാറിലും ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 12 വോൾട്ടിന്റെ സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ ഡൺ. ഒരുപാട് ചീപ്പ് ഡാഷ് ക്യാമറ 1000-നും 2000-നും ഒക്കെ ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും. പക്ഷെ ഡാഷ് ക്യാമറ വെക്കുന്നത് ഒരു അർജന്റ് സിറ്റുവേഷനിൽ ഫ്രണ്ടിലുള്ള കാറിന്റെ നമ്പർ പ്ലേറ്റ് അറ്റ്ലീസ്റ്റ് കാണണം, എന്താ സംഭവിച്ചതെന്ന് കാണണം. അപ്പൊ ഇതിന്റെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K വീഡിയോ ആണ്. ബാക്ക് ക്യാമറ വരുന്നത് 1080 പിക്സൽ ആണ്. ഇതിന്റെ കൂടെ തന്നെ 64 GB മെമ്മറി കാർഡ് വരുന്നുണ്ട്. ക്വിക്ക് ക്യാപ്ചർ ബട്ടൺ ഉണ്ട്, ഒരു ക്ലിക്കിന് ഒരു ഫോട്ടോ എടുക്കും. 5 GHz വൈഫൈ സപ്പോർട്ടഡ് ആണ്. നിങ്ങൾക്ക് ഫോണിൽ സീംലെസ്ലി കണക്ട് ചെയ്യാം. സെയിം വീഡിയോ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യാം. GPS കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാപ്പിൽ എവിടെയാണ്, സ്പീഡ് എത്രയാണ്, അല്ലെങ്കിൽ ആക്സിഡന്റ് നടക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫൂട്ടേജ് നോക്കുമ്പോൾ നിങ്ങൾ എവിടെ ഇല്ലെന്ന് പോലീസിന് റെക്കോർഡ്സ് കൊടുക്കും, എല്ലാം റെക്കോർഡാണ്. സംഭവം വളരെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അത് ഓൺ ചെയ്യൊന്നും വേണ്ട. വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആയിക്കോളും. വണ്ടി ഓഫ് ആകുമ്പോൾ അത് ഓഫ് ആയിക്കോളും. അതേപോലെ ഇന്റേണലി സൗണ്ടും കൂടി അത് റെക്കോർഡ് ആകുന്നുണ്ട്. അത് വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് കാർ ഓഫ് ആയാലും ഇത് വർക്ക് ചെയ്യണം, 24/7 അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഹാർഡ്വെയർ കിറ്റ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അതായത് ഒന്ന് ബാറ്ററി ഡയറക്റ്റ് കൊടുക്കുക, മറ്റൊന്ന് VCC കൊടുക്കുക. ബാറ്ററി പോസിറ്റീവ് എടുത്തിട്ടുള്ളത് ഹോൺ സ്വിച്ച് എന്നാ. ഇത് ഏത് സമയവും ഓൺ ആണ്. ഈവൻ നമ്മൾ കീ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ പവർ ഉണ്ടാവും. അതൊന്ന് ബാറ്ററി പോസിറ്റീവ് എടുത്തു. VCC ഞാൻ ഈ ഒരു ചാർജിങ് സോക്കറ്റ് നിന്ന് എടുത്തു. അപ്പോൾ വണ്ടി ഓഫ് ആയാലും 24/7 അത് 1 ഫ്രെയിം പെർ സെക്കൻഡിൽ ഫാസ്റ്റ് ഫോർവേഡിൽ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. നൈറ്റ് വിഷ്വൽസ് ആയാലും ഡേ ടൈം വിഷ്വൽസ് ആയാലും നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ 4K ഔട്ട്പുട്ട് ഈ ഒരു റെഡ് ടൈഗറിന്റെ F70 തരുന്നുള്ളൂ. ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഷിപ്പ് ആകുന്നത്. നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി കിട്ടും. ആക്സിഡന്റ് നടന്നിട്ട് അപ്പുറം ഓവർ സ്പീഡാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെ GPS ഡാറ്റയിൽ നിങ്ങളുടെ സ്പീഡ് റെക്കോർഡ് കാണിച്ചു കൊടുക്കാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എല്ലാം കൊണ്ടും ഒരു പ്രൂഫ് എന്തുകൊണ്ടും നല്ലതാണ്. സോ പർച്ചേസ് ലിങ്കിന് എന്തായാലും ബയോയിലും പിന്നീട് കമന്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം.